അവിടെ രോഗികൾ സൗഖ്യമാകൂ, പാപികൾ മാനസാന്തരപ്പെടൂ. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരുടെ ഉള്ളിൽ സ്വർഗീയ ദൈവ സമാധാനം കൊടുക്കും. പിശാചിക ശക്തികൾ വിട്ടുപോകും. ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, സകലത്തിൽ നിന്നും വീണ്ടെടുപ്പ് തരുന്ന നാമമാ യേശുവിന്റെ നാമം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വാരിശ്ശേരി ജംഗ്ഷനിൽ ഒരു കാര്യം വിളിച്ചു പറയാം. ഈ നാമം ഉയർത്തപ്പെടുന്നെങ്കിൽ ഈ വീടുകളിലും വീതികളിലും വഴികളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, ഞാനൊരു മതത്തിന്റെയോ സംഘടനയുടെ വക്താവായി നിന്നുകൊണ്ടല്ല ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുന്നത്. കാരണം എന്റെ യേശു ഒരു മതസ്ഥാപകനല്ല. കർത്താവ് ഇവിടെ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെ, ലക്ഷപ്രഭുവിനെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമോ. ആ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവം, അവൻ സർവജ്ഞാനിയായ ദൈവം, അവൻ സർവ ജ്ഞാനി, ആരംഭത്തിൽ അവസാനം അറിയുന്നവൻ. ഒന്നുകൂടെ പറഞ്ഞ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദി പ്രാർത്ഥിച്ചാലും, തമിഴിൽ പ്രാർത്ഥിച്ചാലും, തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും, കന്നഡയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്നവനായിരിക്കണം ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. സർവവ്യാപി. സർവവ്യാപി എന്ന് വെച്ചാ സ്തോത്രം. വാരിശ്ശേരി ദേശം കൊണ്ട്, ചുങ്കം ദേശം കൊണ്ട്, കോട്ടയം ജില്ല കൊണ്ട്, ആലപ്പുഴ ജില്ല കൊണ്ടാണോ, കേരള സംസ്ഥാനം കൊണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ ദേശം അറിയപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അല്ലെ, ദേശങ്ങളിലെ സംസ്ഥാനങ്ങൾ ഒരു രാജ്യത്തിലല്ല അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. സർവവ്യാപി. സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോട്ടെ.